ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മന്നാസ് രുചിക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഒരു ഈവനിങ് സ്നാക്കാണ്, അത് ബ്രെഡും കൊണ്ട്. അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് കേട്ടോ. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഒരു മിനിറ്റ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫസ്റ്റ് സോട്ട് ചെയ്തെടുക്കാം. സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് പതുക്കെ വഴറ്റാം. ഇപ്പോൾ സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഒരു 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം വട്ടത്തിൽ. പിന്നെ ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു പീസും അതും കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്നും ചെറുതായിട്ട് ഒന്നും കൂടെ ഒരു മിനിറ്റ് നമുക്ക് ഇതും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായി ഒന്നും കൂടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ തക്കാളി ഇതേപോലെ തന്നെ കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എല്ലാവരും നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇപ്പോൾ സവാള തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനി ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് നമ്മൾ എരിവിന് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നമ്മൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടി, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇടണം കേട്ടോ. അപ്പോൾ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ക്യാരറ്റ് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇടാം. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോയപ്പോൾ ക്യാരറ്റ് ഉണ്ടായില്ല. പിന്നെ ഇന്നത്തെ വൈകുന്നേരത്തെ പിള്ളേർക്കുള്ള പലഹാരം ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോഴാണ് വിചാരിച്ചാൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരില്ല. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. മുട്ടയും പാലുണ്ടെങ്കിൽ നമുക്ക് പല വിധത്തിൽ ഉണ്ടാക്കാം. പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന സ്നാക്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു ഐറ്റമാണ് ഇത്. അപ്പോൾ അത്യാവശ്യം ഇതെല്ലാം മസാലകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ മസാലയുടെ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചിടാം. ഒരു 4 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പം മുട്ടയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ മുട്ട ബീറ്റ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് സ്വല്പം ചില്ലി ഫ്ലേക്സ്, ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ, ഓവറാവണ്ട. അതിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് നേരത്തെ വഴറ്റി വെച്ച മസാലക്കൂട്ടില്ലേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം മസാലകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പം ബീറ്റ് ചെയ്തിട്ട് ഉപ്പെല്ലാം കറക്റ്റ് ആണോന്നൊന്ന് നോക്കണം ഈ സമയത്ത്. ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ലാസ്റ്റ് ഇടാൻ പോകുന്നത് കൊറിയൻഡർ ലീഫാണ്, മല്ലിയില. അതും ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ മസാലക്കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമുക്കിനി ഇതുപോലൊരു ദോശക്കല്ല് വെക്കുക അടുപ്പത്ത്. എന്നിട്ടൊന്ന് ചട്ടി ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അധികം തീയിൽ വെക്കരുത്, കരിഞ്ഞു പോവും. ഇനി നമ്മൾ ചെയ്യുന്നത് ഓരോ ബ്രെഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിലേക്ക് ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വയ്ക്കുക. എന്നിട്ട് കുറച്ച് നമ്മളിങ്ങനെ മേളിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ അടുത്തത്.
ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഫസ്റ്റ് 2 ഫ്രൈ ചെയ്ത് കാണിക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു മസാല ബ്രെഡ് ടോസ്റ്റ് ആണ് ഞാനിന്ന് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് മോന് കൊടുത്ത് അവനോട് ഞാൻ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഫ്രണ്ട്സ്, ഒരാൾ ഞാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. കഴിച്ചു നോക്ക്. എടുക്ക്, കഴിക്കാറുള്ളതാ. ഇതെങ്ങനെയുണ്ട്? സൂപ്പറാണ്ടാ, എനിക്കിഷ്ടമായി. എന്റെ അമ്മ ചെയ്തോണ്ട് പറയണേ കേട്ടാ. സൂപ്പറാണ്, അവന് ഇഷ്ടപ്പെടുന്നു കേട്ടാ. Let's break it down for a minute. I want the crown, I'm gon' get it. You hear me loud, man, I'm winning. Yeah, Charlie Sheen will be grinning. These ladies know that I'm sinning, and this is just the beginning. I'm closing in the night, and there ain't no point in resisting.